ഹലോ, വെൽക്കം ടു പെപ്പ് KTET. അങ്ങനെ ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം KTET ഒക്ടോബർ 2023 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ KTET എക്സാമിനേഷൻ ടീച്ചിങ് മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ്. ഒക്ടോബർ 2023 എക്സാമിനേഷൻ ഡിസംബറിലായിരുന്നു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ആൻസർ കീ ഒക്കെ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും റെക്ടിഫൈഡ് ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ KTET റിസൾട്ട് നിങ്ങൾ ഒരു പക്ഷേ നോക്കിയിട്ടുണ്ടാവും. സ്റ്റുഡൻസ് റിസൾട്ടിൽ KTET ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുക കൂടി ചെയ്യാണ്. അപ്പോൾ KTET എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം KTET എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 4 കാറ്റഗറിയാണുള്ളത്. അപ്പോൾ നിങ്ങൾ KTET എക്സാമിനേഷൻ്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ KTET.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് പോവേണ്ടത്. അവിടെ നിങ്ങൾ KTET ഒക്ടോബർ 2023 റിസൾട്ട് പബ്ലിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ തന്നെ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും റെക്ടിഫൈഡ് ആൻസർ കീ ഓരോ കാറ്റഗറിയുടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഇപ്പോൾ ആൻസർ കീ ഇപ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരുപാട് ആളുകൾ അധ്യാപന മേഖലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, LP, UP, ഹൈസ്കൂൾ ലെവലിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു ഇതിലേക്ക് കാണാം. അവിടെ നിങ്ങൾക്ക് KTET എക്സാമിനേഷൻ റിസൾട്ട്സ് ഒക്ടോബർ 2023 എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി കാണാം. അതിൽ കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 കൊടുക്കാം. അങ്ങനെ ഞാൻ കാറ്റഗറി 1 എടുത്തു. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും. ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ, ഞാൻ അവിടെ ജസ്റ്റ് 1 2 3 4 5 6 കൊടുത്തു. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്നുള്ളത് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്. അത് ആ ഫോർമാറ്റിൽ തന്നെ ആവാന്നുള്ളതും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏതാണ് ഇപ്പോൾ 2/7/1993 ഞാൻ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഫോർമാറ്റിൽ തന്നെ ആവുക. ഇതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് ചെക്ക് റിസൾട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണ് കാറ്റഗറി, നിങ്ങളുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ KTET നോക്കി റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക. ക്വാളിഫൈ ചെയ്ത ആളുകൾ കമൻസിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നോ ടെൻഷൻ, നോ വറീസ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അടുത്ത ഘട്ടം ക്വാളിഫൈ ചെയ്യാനുള്ള വീണ്ടും എക്സാമിനേഷൻ വരുന്നുണ്ട് ജൂണിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻട്രൻസ് എക്സാമിനേഷന് പ്രാക്ടീസോടുകൂടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതായിരുന്നാലും ഒരുപാട് നാളത്തെ ഒരുപാട് ആളുകൾ ചോദിക്കുകയായിരുന്നു എന്നാണ് റിസൾട്ട് വരിക, റിസൾട്ട് ഉടൻ വരിക. നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ റിസൾട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പെപ്പ് KTETന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുകയും ചെയ്യുക. ഒരിക്കൽ കൂടി KTET ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും വിജയാശംസകൾ നേടുകയാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.